വിവാദത്തിൽ പാലോട് രവി കുറ്റക്കാരനല്ലെന്ന് KPCC അച്ചടക്ക സമിതി റിപ്പോർട്ട്. പാലോട് രവിക്കെതിരെ കൂടുതൽ നടപടികൾ വേണ്ടെന്നും നന്നായി പ്രവർത്തിച്ചെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലോട് രവിക്കെതിരെ കൂടുതൽ നടപടികൾ വേണ്ടെന്നും നന്നായി പ്രവർത്തിച്ചെങ്കിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൊതുയോഗത്തിലോ പൊതു ഇടത്തോ അല്ല പാലോട് രവി സംസാരിച്ചത്. ശബ്ദരേഖ പ്രചരിപ്പിച്ച വാമനപുരം ബ്ലോക്ക് മുൻ ജനറൽ സെക്രട്ടറി ജലീലിനെതിരെ നടപടി തുടരുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. 3 മാസം മുൻപ് വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലുമായി അന്ന് DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി നടത്തിയ സംഭാഷണം പുറത്തു വന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുകയാണ്, ഇങ്ങനെ പോയാൽ പാർട്ടി ഉച്ചയും കുത്തി വീഴും, മൂന്നാമതും മാർക്സിസ്റ്റ് ഭരണം തുടരും എന്നിങ്ങനെയായിരുന്നു പാലോട് രവിയുടെ ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശത്തിൽ പാലോട് രവിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം പാലോട് രവിക്ക് മടക്കി കിട്ടില്ല. ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. പകരം KPCC വൈസ് പ്രസിഡന്റ് N ശക്തനാണ് താൽക്കാലിക ചുമതല നൽകിയത്. സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയത് പാർട്ടിയിൽ ഉള്ളവർ തന്നെയാണെന്നാണ് പാലോട് രവിയുമായി സംസാരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ ജലീലിന്റെ ആരോപണം. പാലോട് രവിയും താനും സംസാരിച്ചത് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണെന്നുമാണ് ജലീൽ പറയുന്നത്. KPCC അച്ചടക്ക സമിതി ജലീലിന്റെ മൊഴിയെടുത്തിരുന്നു. തിരുവനന്തപുരം DCC അധ്യക്ഷനായിരിക്കെ പാലോട് രവി ചെന്നു ചാടിയ വിവാദങ്ങൾ പലതുണ്ട്. സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിൽ UDFന് ഭരണം നഷ്ടപ്പെട്ടതോടെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും അന്നത് KPCC നേതൃത്വം സ്ഥിരീകരിച്ചിരുന്നില്ല. കോൺഗ്രസ് അംഗങ്ങൾ CPM-ൽ ചേർന്നതോടെയായിരുന്നു പഞ്ചായത്ത് ഭരണം പാർട്ടിക്ക് നഷ്ടപ്പെട്ടത്. കോൺഗ്രസ് നേതാവായ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ 3 അംഗങ്ങളാണ് പാർട്ടി വിട്ട് CPM-ൽ ചേർന്നത്. ഇതോടെ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമാവുകയായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും LDF അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നു. UDF അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷ നേതാവ് UDF-ഉം ഒന്നടങ്കം പങ്കുവെക്കുന്ന വേളയിലാണ് അതിനെതിരായി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അവശബ്ദമുയർന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിക്കാൻ പാലോട് രവി ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് മുൻ നേതാവ് PS പ്രസാദ് രംഗത്തെത്തിയിരുന്നു. പാലോട് രവിയെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. തുടർന്ന് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രശാന്ത് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് പിന്നാലെ PS പ്രശാന്ത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറി. തുടർന്ന് അദ്ദേഹത്തെ LDF സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. മുൻപ് ദേശീയഗാനം തെറ്റായി ആലപിച്ചതും പാലോട് രവിയെ വിവാദത്തിൽ ചാടിച്ചിരുന്നു. കഴിഞ്ഞ വർഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ദേശീയഗാനം തെറ്റായി പാടിയത്. ഇതിന്റെ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൈറലായിരുന്നു. ദേശീയഗാനം തെറ്റിച്ചതിന് പിന്നാലെ T സിദ്ദിഖ് MLA ഇടപെടുകയും CD ഇടാമെന്ന് പറഞ്ഞ് പാലോട് രവിയെ മൈക്കിനടുത്ത് നിന്ന് മാറ്റുകയുമായിരുന്നു.